അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ മുന്നണി പോരാളിയായിരുന്നു എം ഗംഗാധരനെന്ന് ബി.ഡി. ലേബർ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പി. കമലാക്ഷൻ പറഞ്ഞു. എം ഗംഗാധരന്റെ 8ാം ചരമവാർഷിക ദിനം കുന്നുമ്മലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ മുന്നണി പോരാളിയായിരുന്നു എം ഗംഗാധരനെന്ന് ബി.ഡി. ലേബർ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പി. കമലാക്ഷൻ പറഞ്ഞു. എം ഗംഗാധരന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ കുന്നുമ്മലിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനയെ കൊണ്ടുപോയിട്ടുള്ള പ്രധാനപ്പെട്ട 3 ആളുകൾ നമ്മൾ വിട്ടുപറഞ്ഞു. ഗംഗാരട്ടൻ അവസാന കാലങ്ങളിലും കമ്മിറ്റിക്ക് വരുമ്പോൾ നേരെ ആശുപത്രി കണ്ണൂരത്തെ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിയതിന് ശേഷമാണ് കമ്മിറ്റിക്ക് വരുന്നത്. അസുഖമുണ്ടെങ്കിലും ആ അസുഖമൊന്നും വകവെക്കാതെ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന വീട് തൊഴിലാളികൾ അവരുടെ ആനുകൂല്യങ്ങൾ PF ആയാലും അവരുടെ ഇലയില കാര്യങ്ങളായാലും പുകയില കാര്യങ്ങളായാലും ബോണസ് ആയാലും ഇങ്ങനെ തുടങ്ങി അവരുടെ എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രതയോടുകൂടി മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം ഗംഗാരട്ടനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഗംഗാരട്ടൻ രാവിലെ വന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പോലെ ഭാരതപീഠി ഡിപ്പോയിലാണ്. പലപ്പോഴും ഗംഗാരട്ടനായിട്ട് വിളിക്കുമ്പോൾ എല്ലാം ഗംഗാരട്ടൻ അവിടെ നിന്ന പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ പോയി സംസാരിക്കാൻ പോവുകയാണ് എന്ന നിലയിലാണ്. ജീവിതത്തിൽ വലിയൊരു ഭാഗം തന്നെ വീട് തൊഴിലാളികൾക്ക് വേണ്ടി പ്രൈവറ്റ് മേഖലയിൽ പ്രത്യേകിച്ചും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി സംഘടന എന്ന രീതിയിലും വ്യക്തിപരമായിട്ടുള്ള രീതിയിലും സഹായിക്കുന്നതിന് വേണ്ടി ഗംഗാരട്ടന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഗംഗാരട്ടൻ മാത്രമല്ല നമ്മളെല്ലാവരുടെയും ആഗ്രഹം ഇപ്പോഴും വന്നും പ്രൈവറ്റ് മേഖലത്തെ തൊഴിലാളികളെ ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കണം എന്നതായിരുന്നു. പി. ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ, T. കുട്യൻ, P. കാര്യമ്പു, V. ബാലകൃഷ്ണൻ, P. കൃഷ്ണൻ, PP. തങ്കമണി, രോഹിണി, M. രാമൻ, T. ബാബു എന്നിവർ സംസാരിച്ചു. DV. അമ്പാടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.